ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിവിൻ്റെയും രാഗിണിയുടെയും കല്യാണം നടക്കുന്ന സ്ഥലത്തോട്ടേക്ക് കാവേരിയും ശാരദയും ഗംഗയും നിവിനും യമുനയും വരുന്നുണ്ട്. ആ സമയത്ത് നിവിന് കാവേരിയോട് ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, പോകണം. നമ്മൾ അച്ഛൻ്റെ കയ്യിൽ നിന്നും അയാൾ പണം തട്ടിയെടുത്ത് അയാൾ ഇവിടെ സുഖമായി ജീവിക്കണ്ട. ഈ അച്ഛൻ്റെ പണം കിട്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്നും തിരുവനന്തപുരത്തോട്ടേക്ക് പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് കാവേരി. ആ സമയത്ത് ശാരദ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, അമ്മ ഒന്നും മിണ്ടാതെ എൻ്റെ കൂടെ വാ. ഇവൻ രാഗിണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ നിൽക്കുകയായിരിക്കും. അങ്ങനെ ഇത് യമുന കണ്ടിങ്ങനെ സങ്കടത്തിൽ നിൽക്കുകയാണ്. പക്ഷേ നിവിന് രാഗിണിയെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമുണ്ടാവില്ല. അങ്ങനെ നിവിന് രാഗിണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ നിൽക്കുന്ന സമയത്ത് കാവേരി ജയബാല എന്ന് ഉറക്കനെ വിളിക്കുകയാണ്. പിന്നെ കാവേരി ജയബാലൻ്റെ അടുത്തോട്ടേക്കും ജയബാലൻ കാവേരിയുടെ അടുത്തോട്ടേക്ക് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് ജയബാലൻ ചോദിക്കും, നീ എന്താ ഈ കല്യാണം നടക്കുന്ന സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കാൻ വന്നിരിക്കുകയാണ്? നിങ്ങളെന്താ പേടിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്നും എൻ്റെ അടുത്തോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. ജയബാലൻ ചോദിക്കും, നീ എന്തിനാ ഇപ്പം വന്നത്? ആ കാര്യം പറയേ എന്ന് പറയണേ. ആ സമയത്ത് അങ്ങോട്ടേക്ക് ചാരുലത വരുന്നുണ്ട്. എന്നിട്ട് ചാരുലത, എടാ ജയബാല എന്ന് വിളിക്കുന്നുണ്ട്. ജയബാല ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ചാരുലത ജയബാലനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ജയബാലൻ ചോദിക്കും, നിങ്ങളെന്താ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം? ചാരുലത പറയും, ഞാൻ വാറന്റിയോട് കൂടിയാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ വന്നാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകും. ആ സമയത്ത് നിവിൻ്റെ അച്ഛൻ ചോദിക്കും, എന്താ നിങ്ങൾ പറയുന്നത്? അറസ്റ്റ് ചെയ്യാനോ? കല്യാണം നടക്കുന്ന സമയത്ത് വന്നിക്കാണ്ട് അറസ്റ്റ് ചെയ്യൂ എന്ന് പറയാൻ നിങ്ങൾ എന്താ? ചാരുലത പറയും, ഇത് കാവേരി കൊടുത്ത കംപ്ലൈൻ്റ് ആണ്. ജയബാലൻ ചോദിക്കും, നിങ്ങൾ പോലീസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവൾ കൊടുത്ത കംപ്ലൈൻറ്റിനാണോ? ഇതിൻ്റെ മുന്നേ ഇവൾ കംപ്ലൈൻറ്റ് കൊടുത്തതല്ലേ, എന്നിട്ട് എന്താ ഇപ്പം നടന്നത്? ചാരുലത പറയും, ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്, എൻ്റെ കൂടെ വരാൻ നോക്ക്. ആ സമയത്ത് ജയബാലൻ്റെ ഭാര്യ പറയും, ഇവിടെ ഞങ്ങളുടെ മകളുടെ കല്യാണം നടക്കുകയാണ്. ജയബാലൻ ചോദിക്കും, എന്താണ് കംപ്ലൈൻറ്റ്? ആ സമയത്ത് ചാരുലത പറയും, ഇവരുടെ അച്ഛൻ്റെ സ്വത്ത് നിങ്ങൾ തട്ടിയെടുത്തു, അതാണ് കംപ്ലൈൻറ്റ്. വെച്ചിട്ടാണ് ഇന്ന് ഈ കല്യാണം നടത്തുന്നത്. ജയബാലൻ കാവേരിയോട് ചോദിക്കും, ഇതിനെല്ലാം തെളിവുണ്ടോ എന്ന് ചോദിക്കണേ. ആ സമയത്ത് കാവേരി പറയും, എല്ലാത്തിനും തെളിവുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ശിവദാസനും ബാങ്ക് മാനേജറും കൂടെ വരുന്നുണ്ട്. ജയബാലൻ അവരെ കണ്ടിങ്ങനെ നെട്ടി നിൽക്കുകയാണ്. ജയബാലൻ പറയും, ഇവൻ എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളല്ലേ, ഇവനിപ്പോൾ എൻ്റെ കല്യാണത്തിന് വന്നതല്ലേ എന്ന് പറയുന്നത്. കാവേരി പറയും, ശിവദാസനൻ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. കാവേരി ചോദിക്കും, ഈ നിൽക്കുന്നത് ആരാണെന്നറിയോ? എൻ്റെ അച്ഛൻ അക്കൗണ്ട് എടുത്ത ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. ഇവിടുന്ന് പണം വന്ന് ആരൊക്കെ പണം എടുത്ത് നിങ്ങളെ ഹാൻഡിൽ ചെയ്ത് എല്ലാം തെളിവുകളുമുണ്ട്. എല്ലാ കള്ളത്തരവും നടത്തിയിട്ട് ഇവിടെ കല്യാണം നടത്തുമായിരിക്കുമല്ലേ ചോദിക്കണേ. ആ സമയത്ത് വിനീത് കാവേരിയോട് പറയും, സൂപ്പറായിട്ടുണ്ട്, നീ കല്യാണത്തിന് വന്നില്ല എന്ന് ഞാൻ ഇവിടെ എല്ലാവരോടും അന്വേഷിച്ചു എന്ന് പറയാണ് ജയബാലൻ. ശിവദാസനോട് പറയാണ്. ദാസൻ ചോദിക്കും, നിങ്ങളതിന് എന്നെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടോ? ഇത്ര നേരമായിട്ട് നിങ്ങൾ എന്നോട് കല്യാണത്തിനൊന്ന് വാ എന്ന് നിങ്ങളെ വായ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് ജയബാലൻ ശിവദാസനെ തല്ലുന്നുണ്ട്. ജയബാലൻ പറയും, ഇപ്പോൾ എൻ്റെ മകളുടെ കല്യാണമാണ്, അത് കഴിയട്ടെ, എന്നിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയണേ. ആ സമയത്ത് കാവേരി പറയും, അതിനൊന്നും ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ സമയമായി തുടങ്ങിയെന്ന് പറയണേ. അപ്പോൾ ജയബാലൻ പറയും, വല്ലതും കഴിച്ചിട്ട് പോകാൻ നോക്കിയെന്ന് പറയണേ. ആ സമയത്ത് ചാരുലത പറയും, നിങ്ങളുടെ സമയത്തിനല്ലേ ഞങ്ങളിവിടെ നിൽക്കുന്നത്. കാവേരി ശിവദാസനോട് പറയും, സത്യങ്ങളെല്ലാം ഇവിടെ വെച്ച് തുറന്ന് പറയും ശിവദാസേട്ട എന്ന് പറയാണ്. ആ സമയത്ത് ശിവദാസൻ പറയും, ഇവരുടെ അച്ഛൻ തന്നെയാണ്, അരവിന്ദൻ സർ തന്നെയാണ് തോട്ടത്തിനുള്ള പണം മാസാമാസം ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നത്. സർ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ജയബാലൻ സാറിൻ്റെ പേരിലോട്ട് തോട്ടം എഴുതിയെന്ന് പറയണേ. ഇത് കേട്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നെട്ടി നിൽക്കുന്നുണ്ട്. തിരിച്ച് എഴുതണം എന്ന് പറഞ്ഞ സമയത്ത് എന്തൊക്കെയോ കംപ്ലൈൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ജയബാലൻ സാർ അരവിന്ദൻ സാറിനോട് പറഞ്ഞു. അത് താങ്ങാനാവാതെയാണ് അരവിന്ദൻ സാർ മരിച്ച സമയത്ത് ദേഷ്യത്തോടു കൂടി ശാരദ ജയബാലനെ ചെന്ന് ഷർട്ടിൽ കയറി പിടിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ചതിച്ചുകൊണ്ടുണ്ടാക്കുന്ന കാശ് കൊണ്ടാണടാ നീ കല്യാണം നടത്തുന്നത്. ചാരുലത പറയും, ഈ രണ്ട് വഴിയേ ഉള്ളൂ, ഒന്നെങ്കിൽ നിങ്ങൾ പണം കൊടുത്ത് ഇവിടെ വെച്ച് ഇത് സെറ്റിൽ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുക, അതേ ഞങ്ങൾക്ക് വഴിയുള്ളൂ എന്ന് പറയുന്നത്. ആ സമയത്ത് കാവേരി പറയും, ഞങ്ങൾക്ക് പണമല്ല വേണ്ടത്, ഞങ്ങൾക്ക് തോട്ടം തന്നെയാണ് വേണ്ടത്. ആ സമയത്ത് ഗംഗ പറയും, നമ്മൾ ഈ നാട് വിട്ട് പോകുകയല്ലേ, പിന്നെ എന്തിനാ ഇനി നമുക്ക് തോട്ടം? സമയത്ത്
കാവേരി പറയും, ചേച്ചി ഒന്നും മിണ്ടാതെ നിൽക്കും. ചാരുലത ചോദിക്കും, നിങ്ങളിപ്പോൾ ഇവർക്ക് പണം കൊടുക്കുന്നുണ്ടോ ചോദിക്കുകയാണ്. ആ സമയത്ത് ജയബാലൻ പറയും, എനിക്കതിനിപ്പോൾ സമയമില്ല, അത് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് ചാരുലത പറയും, നിങ്ങളുടെ സൗകര്യത്തിനല്ല ഞാനിവിടെ നിൽക്കുന്നത്, ഇവരെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയണേ. ജയബാലൻ ചാരുലതയോട് പറയും, നിന്റെ ഈ ജോലി ഞാൻ തെറിപ്പിക്കും എന്ന് പറയണ. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി ചാരുലത പറയും, ഇയാളെ അറസ്റ്റ് ചെയ്യും. ജയബാലൻ കാവേരിയോട് ശാരദയോട് ചോദിക്കും, എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷമാവില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശാരദ പറയും, എൻ്റെ ഭർത്താവിനെ കൊന്നപ്പോൾ നിനക്കും സന്തോഷമായില്ലേ, എൻ്റെ മക്കളുടെ അച്ഛൻ്റെ പണം നിൻ്റെ കയ്യിലുണ്ടായിട്ട് നീ ഞങ്ങളെ ചതിച്ചവനല്ലേ എന്ന് ചോദിക്കും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇതിൻ്റെ ബാക്കി കേൾക്കണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ